ശരിക്കും കല്ലായിൽ അങ്ങനെ ഒരു പെണ്ണുണ്ടായിരുന്നു. കല്ലായിൽ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു പവിഴക്കല്ലാണ്. ഈ പാട്ടൊക്കെ കേട്ടൊരു പ്രണയമൊക്കെ തോന്നിയ ഒരു പ്രണയിനികളൊക്കെ ഉണ്ടാവുമല്ലോ. അന്ന് ഇറങ്ങുന്ന കാസറ്റിന്റെ പുറകില് മാഗ്നസ് ഓഡിയോസ് എന്ന് പറഞ്ഞിട്ട് എന്റെ നമ്പർ ഉണ്ടാവുക, മനസ്സിലായി? അത് ലൈൻ അടിക്കാനല്ല, എന്റെ ഉദ്ദേശമല്ല. ജലാൽക്ക ഒരുപാട് വേദികളിൽ ജയിച്ചൊരു സംഭവം കേട്ടോ. ആ സ്പോട്ടായിട്ട് കിണ് വെച്ചിട്ട് അങ്ങോട്ട് പാടും. ഞമ്മള് വന്നിക്കണ് വെറൈറ്റി മീഡിയെന്ന് വിളിച്ചിക്കണ്, നൈനിഷ തെരഞ്ഞിക്കണ്, പ്രതിഫല നമ്പർ കൊടുത്തിക്കണ്. ഈ കല്ലായിലെ പെണ്ണിനെ നമ്മൾ കുറെ മുന്നേ കണ്ട്, ഇപ്പൊ റീസൺലി വീണ്ടും കണ്ട്. 15 വർഷം മുൻപുള്ള ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ, കമന്റുകൾ, ഇഷ്ടങ്ങൾ, സ്നേഹം, പ്രണയം, ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ശരിക്കും കണ്ണറിഞ്ഞ് ഭയങ്കര സന്തോഷം തോന്നി. കല്ലായിലൊരു പെണ്ണുണ്ട്. എത്ര നാളുടെ കൂടെ ഞങ്ങളൊരു പാട്ട് പാടിയില്ലേ, ഒരു കോപ്പി പോലെ. ഇഷ്ടമായിരുന്നു എനിക്ക്, ഇഷ്ടമായിരുന്നു എനിക്ക് നിന്റെ നാടുവാൻ, ഇഷ്ടമായിരുന്നു നിന്റെ സ്വന്തമാകുവാൻ, എന്നും ഓർക്കുന്ന പൂവാണു നീ. ഇന്നിപ്പോ നമുക്കൊരു സാധനം ഇറക്കി കഴിഞ്ഞാൽ അത് വൈറലായോ അല്ലെങ്കിൽ ഇല്ലേ എന്നൊക്കെ അറിയാൻ എളുപ്പമാണ്. തീർച്ചയായിട്ടും. പക്ഷെ അന്ന് അങ്ങനെയല്ല. വ്യാജ സീഡികളില്ലായിരുന്നു ഫുട്പാത്തിൽ, അത് ഭയങ്കരമായിട്ടും ഹിറ്റടിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ അത് ഹിറ്റാണ്. ഒരുപാട് പ്രണയത്തെ പറ്റി പാട്ട് എഴുതി, ഒരുപാട് എന്താ പറയാ പ്രണയങ്ങളെ പറ്റിയൊക്കെ അറിയാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്താ ലൈഫിൽ പ്രണയിക്കാതിരുന്നേ? എല്ലാത്തിനും ഒരു ഭാഗ്യം വേണം. അതെ, അത് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രണയത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് പറയാതെ പോയ പ്രണയം ഉണ്ടായിട്ടുണ്ടോ? എന്റെ വൈഫിനെ മാത്രം പ്രണയിക്കുന്നു, വേറെ ആളും പ്രണയിക്കാൻ സമയമില്ല. നിങ്ങൾ അത് വേണ്ട കേട്ടോ. പോയ പ്രണയം നൈനിഷയ്ക്ക് ഇല്ലെങ്കിൽ എനിക്കും ഇല്ല. കല്ലായിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു പവിഴക്കല്ലാണ്, മനസ്സിൽ നിറയും പൂവാണ്, പൂവെന്നിരളെന്നുയിരാ, കരിമിഴി കൊണ്ടൊരു നോട്ടത്തിൽ അവളെന്നും പത്തര മാറ്റാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹലോ, വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഞാൻ നൈനിഷ. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലായിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് 90s കിഡ്സിനാണ്. 90s കിഡ്സിൻ്റെ ജീവിതം കുറച്ചുകൂടി കളറാക്കി, അല്ലെങ്കിൽ കളർഫുൾ ആക്കി, അവരെ പ്രേമിക്കാനൊക്കെ കുറച്ചുകൂടി അധികം പഠിപ്പിച്ച ഒരാളാണ് നമ്മുടെ കൂടെ, ജലാൽ മാഗ്നസ്. ഹലോ, നമസ്കാരം. എൻ്റെ ജലാൽക്ക, അന്ന് ഞാൻ ഞങ്ങളെ കാണുമ്പോഴും ഇന്ന് കാണുമ്പോഴും ഒരു മാറ്റമില്ല. ഇതെങ്ങനെ, ഒരു മമ്മൂക്കയാണോ? അന്ന് കാണുമ്പോഴും ഇന്ന് കാണുമ്പോഴും അന്നുണ്ടായിരുന്ന അതേ മനസ്സാണ് ഇപ്പോഴും. പിന്നെ അന്നത്തെ സ്വഭാവത്തിൽ നിന്നും കുറേ മാറ്റങ്ങൾ ലൈഫിൽ കിട്ടിയത് കൊണ്ട് അന്നത്തേതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇപ്പം ഉണ്ട് എന്ന് ഞാൻ മാഷാഅല്ലാഹ് വിശ്വസിക്കുന്നു. സത്യമാണ്, അത് വിശ്വാസം മാത്രമല്ല, ശരിക്കും കറക്റ്റാ. ഞാൻ ജലാൽക്ക എന്ന് പറയുമ്പോൾ തന്നെ ഞാനല്ല, ഒരുപാട് പേര് ഒരുപാട് പാട്ടുണ്ടെങ്കിലും എല്ലാവരും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടായിരിക്കും ഇത്, നമ്മുടെ കല്ലായിലൊരു പെണ്ണ് അല്ലേ. ആക്ച്വലി എൻ്റെ വീട് കല്ലായി, അതായത് പന്നിയങ്കര കല്ലായ. അപ്പം ഞാൻ കല്ലായ എന്ന് പറയുമ്പോൾ അപ്പം ആണെങ്കിൽ ഈ പാട്ട് പാടും കല്ലായ. അപ്പം ഞാൻ പറയാം എന്നെ പറ്റി എഴുതിയോ. ഞാൻ സത്യത്തിൽ പറയട്ടെ, പിന്നെ ഇപ്പോൾ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിലും പിന്നെ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിലും ആയിരക്കണക്കിന് ആളുകളെ നമ്മൾ മുന്നിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി വിജയിപ്പിച്ച് കൈയടിപ്പിച്ച് തിരിച്ചു വരാമെന്നുള്ള ഒരു മനോധൈര്യം ലൈഫിലുണ്ട്. എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ഞാൻ ഇത്രയും എന്താ പറയുക ബലഹീനനായിട്ടിരിക്കുക. കാരണം നമ്മളെന്താ പറയുക, നമ്മളിലുള്ള വിശ്വാസം നമ്മൾ ഭയങ്കര പവറാണ്, നമ്മൾ എന്ത് കിട്ടിയാലും അതാക്കും ഇതാക്കും. പക്ഷെ അതൊക്കെ ചില സമയത്ത് ചില സ്ഥലത്ത് ഇങ്ങനെ ചോർന്നു പോകുന്നുള്ളത് സത്യമാണ്. അങ്ങനെ ചോർന്നു പോവരുത്. ചോർന്നു പോകാതിരിക്കുക, പവർ തിരിച്ചു വരിക. ഞാൻ ഒരു വീഡിയോ കാണിക്കട്ടെ? തീർച്ചയായിട്ടും. അപ്പൊ വരൂ, തിരിച്ചു വരുത്തും നമ്മള്. ഈ പാട്ടൊക്കെ പാടുമ്പോഴുള്ള ഈ ഒരു എനർജി, ഈ ഒരു ജലാൽക്കനെ ഞങ്ങൾക്ക് വേണ്ടത്. ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കില്ല, നിങ്ങള് പോരട്ടെ, പവർ വരട്ടെ. ഇതില് എനിക്ക് ഞാൻ ഒന്നാമത് വർഷങ്ങൾക്ക് മുൻപ് ഇവരെ രണ്ടുപേരെ അറിയാം. രാജിനെ അറിയാം, രാജിൻ്റെ പാർട്ണറും അറിയാം. കാരണം എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ലക്കായി വന്നൊരു സ്ഥലം തിരുവനന്തപുരം ഭാഗത്തുള്ള കൊല്ലമാണ്. ആ കൊല്ലത്ത് നൗഫലിക്ക എന്ന് പറഞ്ഞ ഇക്കയുടെ കൂടെയാണ് എൻ്റെ ലൈഫിൻ്റെ ഭൂരിഭാഗം ഞാൻ കഴിച്ചു പോയത്.
അവിടെ നിന്നാണ് ഐക്കയുടെ കൂടെ വലിയ വലിയ സ്റ്റേജുകൾ, ഒരു മാപ്പിളപ്പാട്ട് സിംഗർ അല്ലെങ്കിൽ ഒരു ആൽബം സിംഗർ എന്നതിലപ്പുറത്ത് ഐക്കയുടെ കൂടെ കൂടി കഴിഞ്ഞപ്പം ഒരു അവതാരകൻ, ഒരുപാട് വലിയ വലിയ ഷോ, അങ്ങനെയാണ് വിനീത് ശ്രീനിവാസൻ്റെ ഷോയിൽ ആങ്കറായിട്ട് കയറുന്നത്. ആ സമയത്തെ പരിചയമുള്ള രണ്ടാളുകൾ അവരുടെ ചാനലിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായിട്ട് തിരിച്ചു വരിക, അത് പ്രദീപാലൻ എന്ന് പറഞ്ഞ സുഹൃത്തിലൂടെ നമ്പർ കളക്ട് ചെയ്യുക, പിന്നെ എൻ്റെ അയൽവാസിയാണ് എന്ന് ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള ഈ കല്ലായിക്കാരിയുടെ മുന്നിലിരുന്നിട്ട് കല്ലായിൻ്റെ പാട്ടിനെ കുറിച്ച് പറയാൻ പറയുമ്പം ഇപ്പം കുറച്ചൊരു ഷെയറൊക്കെ ഞാൻ വരുത്തും. നമ്മുടെ നാട്ടുകാരായിരുന്നു. അതെ അതെ അതെ, നമുക്ക് ഇനി പാട്ട് കൂടി അങ്ങോട്ട് പാടിയാൽ കുറച്ചുകൂടി കൂടും. കല്ലായി തന്നെ വരട്ടെ. ഓക്കെ ഓക്കെ. കണ്ണിലിതെന്നും നിൻമുഖമാ, നിൻ ചുണ്ടിലിതെന്നും തേനിശല. കവിതകൾ എഴുതും നേരം ഞാൻ നിൻ പുഞ്ചിരി മാത്രം കാണുന്നു. വെള്ളി നിലാവിൽ മിന്നും പോലെ, വെള്ളി നിലാവിൽ മിന്നും പോലെ കാഞ്ചനവനിയിലെ രാജകുമാരി. കല്ലായിൽ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു പവിഴ കല്ലാടേ. ഞാനേ ശരിക്കും വിചാരിക്കുന്നത് എൻ്റെയൊക്കെ ഒരു ഭാഗ്യമാണ്. അതായത് അന്ന് ഞാൻ സ്കൂൾ വിട്ടിട്ട് സീനെറ്റിൽ അധികം, നമുക്ക് അവിടെ സീനെറ്റ് പറഞ്ഞൊരു ചാനലുണ്ട്. അവിടെ വരുമ്പോൾ ഇതിനൊക്കെ കേൾക്കുന്ന ഒരു പാട്ടുകൾ, നിങ്ങളെ മുഖം കാണുന്നു ആ ആളെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ എനിക്ക് ഇന്റർവ്യൂ ചെയ്യാനൊരു ഭാഗ്യം ഉണ്ടാവുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. അത് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് സത്യവും ഇങ്ങനെ കാണുന്നത് പോലെ ഞാൻ വിചാരിച്ചിട്ടില്ല. അങ്ങനത്തെ ആൾ എനിക്ക് ഇത്ര അടുത്ത് നിന്ന് ഞാൻ കണ്ട ഒരുപാട് കാര്യങ്ങളെ പറ്റി ചോദിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടുക. വലിയ ഭാഗ്യം. ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. കാരണം എല്ലാവരും കാണുമ്പോൾ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇപ്പോൾ പരിചയപ്പെടുമ്പോൾ ഒക്കെ പറയും, ഞാൻ ചെറുതാകുമ്പം നിങ്ങളെ പാട്ട് കാണും. അപ്പോൾ ആ ചെറുതാകുമ്പം എന്ന് പറയുന്ന ആളിപ്പം വലുതായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന നോക്കും. അപ്പോൾ ഞാൻ പറയും എന്താ നിങ്ങൾ ഉദ്ദേശിച്ച് മനസ്സിലായില്ല. പക്ഷേ ഞാനൊക്കെ പാടി തുടങ്ങിയ സമയത്ത് പിന്നെ ഈ പാട്ടുകൾ കണ്ടിട്ടുള്ള ഈ കല്ലായിക്കാരിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെപ്പോലെ തന്നെ 40-43 വയസ്സായിട്ട് പ്രായമാവാതെ. അല്ല അങ്ങനെ കറക്റ്റല്ലേ പറഞ്ഞേ? ഇല്ലേ? അല്ല, നമ്മൾ പാട്ട് ചെയ്യണ സമയത്ത് ഞാൻ ചോദിക്കട്ടെ, ശരിക്കും കല്ലായിൽ അങ്ങനെ ഒരു പെണ്ണുണ്ടായിരുന്നു? ആ പാട്ട് ശരിക്കും എഴുതിയത് ഇപ്പോൾ എനിക്ക് അതിനകത്ത് എത്രത്തോളം ഒരുപാട് ആളുകളുടെ പ്രശംസ കിട്ടിയിട്ടുണ്ടോ, എന്താ പറയുക, നല്ല നല്ല കമൻറ്റുകൾ കിട്ടിയിട്ടുണ്ടോ, അതിനൊക്കെ അർഹതപ്പെട്ടത് ആ പാട്ടിൻ്റെ മ്യൂസിക്കും ലിറിക്സും ചെയ്ത എൻ്റെ ചങ്ക് ബ്രോ റിയാസ് എന്ന് പറയുന്ന സുഹൃത്താണ്, തൃക്കരിപ്പൂരുകാരനാണ്. അവനാണ് അതിൻ്റെ ക്രെഡിറ്റ്. ഞാൻ പാടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിനകത്ത് ഞാൻ അന്ന് ആ പാടുന്ന സമയത്ത് ഞാൻ വരുത്തിയ മാറ്റം, റിയാസ് എഴുതിയത് കോഴിക്കോട് ഒരു പെണ്ണുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയത്. അതിനെ ഞാൻ കല്ലായിലൊരു പെണ്ണാക്കി. അപ്പോൾ അവനത് പവിഴക്കല്ലാക്കിയിട്ട് വരി മാറ്റി. പിന്നെ ആ കുണ്ടുങ്ങൽ തറവാട് എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് പ്രേമോ പ്രണയോ ലൈനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ നാട്ടിലെ അത്രയും ഇഷ്ടപ്പെടുന്ന കുറച്ച് ഏരിയകളാണ്. ഞാൻ ഇടിയാങ്ങരക്കാരനാണ്. അപ്പോൾ അതിനകത്ത് ആ ഒരു കുണ്ടുങ്ങൽ തറവാട് കയറ്റി കഴിഞ്ഞപ്പം ഒരുപാട് ആളുകൾക്ക് അതിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. എത്ര വയസ്സിലാണ് കല്യാണം കഴിച്ചേ? 14 വർഷമായിട്ടോ കല്യാണം കഴിഞ്ഞു. 13 വയസ്സിലാണ്. 13 വയസ്സിൽ പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടാക്കി ചിന്തിക്കുമ്പോൾ ഇന്ന് ഉത്തരം കിട്ടൂല. പക്ഷേ എൻ്റെത് 30 ഇപ്പം അടച്ചോനെ എനിക്ക് 43 വയസ്സായി. കല്യാണം കഴിഞ്ഞിട്ട് 14 കൊല്ലായി. അപ്പൊ ബാക്കി എത്രയായി? 29-ലാണോ? എന്തായാലും ഒരു 10-29 വയസ്സിലല്ലേ? അങ്ങനെ തന്നെ. 29 വയസ്സിലേ കല്യാണം കഴിച്ചോളൂ. സാധാരണ ഭയങ്കര ഇപ്പൊ വേറെ ഒക്കെ എടുത്ത് പെട്ടെന്ന് കല്യാണം കഴിച്ചവരുണ്ട്. 20 വയസ്സിൽ 23 വയസ്സ്. ഷാഫിക്കൊക്കെ തോന്നുന്നു 23 വയസ്സ് കല്യാണം കഴിച്ചു. സെലീൽ കോടത്തൂർ എനിക്ക് തോന്നുന്നു 20 വയസ്സ് കല്യാണം കഴിച്ചു എന്നൊക്കെ തോന്നുന്നു. നേരത്തെ എന്തുകൊണ്ട് ലേറ്റ് ആയി? കഴിക്കാത്തതിൽ പിന്നെ സങ്കടമുണ്ട്. നേരത്തെ കഴിച്ചിരുന്നെങ്കിൽ മക്കളൊക്കെ വലുതായിട്ട് കാണാൻ പറ്റുമായിരുന്നു. 3 മക്കള്. മോന് 12 വയസ്സ്, മോക്ക് 8 വയസ്സ്, മൂന്നാമത്തെ മോന് 5 വയസ്സ്. 3 കുട്ടികൾ. അൽഹാൻ കാസിം, ആയിഷ, ഐബ, അബ്ദുള്ള അയാൻ. വൈഫിന്റെ പേര് റബീന. റബീനയ്ക്ക് വെച്ചിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏത് പാട്ട് പാടും? ഇതുവരെ ഒന്നും എഴുതിയില്ലല്ലോ അങ്ങനെ. ഇല്ല, ചിലപ്പോൾ പാടുമായിരിക്കും. ഏത് പാട്ട് പാടും? കേക്കട്ടെ. 17-ാം രാവത്ത് പതിവായി കാണുന്ന പനിനീരിൻ നിറമുള്ള മോളാണൻ പെണ്ണ്, നിറയും നീലാവത്ത് ഞാൻ നിന്നിൽ ചേരുമ്പോൾ തളിർ ചുണ്ടിൽ ഞാനങ്ങ്. അല്ലല്ല, കുറേ ആൾക്കാർക്ക് പ്രശ്നം അതെന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സത്യത്തിൽ അത് പാട്ട് എഴുതിയ കല്ലായി എഴുതിയോന്ന് തന്നെ എഴുതി. ഓനവിടെ വാക്കുകൾ കിട്ടാണ്ടായപ്പോൾ ഞാൻ പറഞ്ഞാൽ അല്ലല്ല എഴുതി ഒപ്പിച്ചോളൂ.
അതിൽ തീർത്ത സംഭവമാണ്. അതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നും. ശരിക്കും പാട്ട് പാടി തുടങ്ങിയത് എപ്പോഴാണ്? ഞാൻ സത്യത്തിൽ പാട്ടുകാരനല്ല, പാട്ടിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. പാട്ടുകൾ പുതിയ പുതിയ കണ്ടൻറ്റ് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതിൽ പണ്ട് കുറേ മിമിക്രി കാസറ്റുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു, മാപ്പിളപ്പാട്ട് CD-കൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദിലേ ഫാത്തിമ. അങ്ങനെ ഒരു ആശയം ഹിറ്റ്, അങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ ഷാഫിയും ഞാനും തമ്മിൽ അങ്ങനെ ഒരു വർക്കിൻ്റെ പ്ലാനിങ് നടന്ന് അതിറക്കി. അതിനകത്ത് നമ്മളെക്കാൾ കഴിവുള്ള ടെക്നീഷ്യന്മാരെ നമ്മൾ ഉപയോഗിച്ച്, തേജ് മെർവിൻ, രമേശൻ നായരുടെ മകൻ മനു രമേശ്, പിന്നെ മഹേഷേട്ടൻ, ശശിയേട്ടൻ, അങ്ങനത്തെ എന്താ പറയുക ഒരുപാട് കഴിവുകളുള്ള ആളുകളെ ആ ഒരു വർക്കിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയാൽ അത് ഭയങ്കരമായിട്ട് വിജയിച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ പ്രൊഡ്യൂസർ എന്നൊരു രീതിയിൽ ഒരുപാട് സുഹൃത്തുക്കളും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ളൊരു സ്ഥലത്ത് ഞാൻ കയറി അഭിനയിച്ച്. ആഗ്രഹമാണല്ലോ അത്. ആ അഭിനയിക്കുന്ന സമയത്ത് അന്ന് ജസ്റ്റ് ഇട്ടിട്ടുള്ള ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്തിട്ടില്ല. ആ ഒരു സമയത്ത് അതിൻ്റെ ഡയറക്ടർ ഉണ്ണിമലയിലാണ്, പ്രസാദേട്ടനാണ് ക്യാമറ. അവരൊക്കെ ഞാൻ അഭിനയിക്കുക എന്ന് പറഞ്ഞ് പിന്നെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയപ്പോൾ, കാരണം അന്ന് വലിയ ബഡ്ജറ്റായിട്ടുണ്ടത്, പിന്നെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ അഭിനയിക്കണില്ല, ഞാൻ വേറൊരു ആവശ്യത്തിന് പോകാമെന്ന് പറഞ്ഞ് പോയപ്പോൾ അവർ നിർബന്ധിച്ച് എൻ്റെ ആഗ്രഹം അതിനുള്ളിലൂടെ നടത്തി. ആ ഷർട്ടൊക്കെ കണ്ടാലറിയാം, റെഡ് അതിൽ അഭിനയിച്ച് തീർത്തു. പക്ഷെ ആ അഭിനയമാണ് ലൈഫിൽ വലിയൊരു എന്താ പറയുക മറക്കാൻ പറ്റാത്തൊരു സംഭവമായിട്ട് മാറി. കാരണം സഹതാപം കൊണ്ട് എന്നെ കുറേ ആൾക്കാർ ഇഷ്ടപ്പെട്ടു. ഇവൻ ഏതടാന്ന്, കാരണം താജുദ്ദീൻ്റെയും ഷാഫിയുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു സംഭവം. പിന്നെ ആ പാട്ടിൻ്റെ പവറാണ് ആ പാട്ടിനകത്ത്. പിന്നെ അടുത്ത വർക്കിൽ ദിലേ ഷാഫി എന്ന് പറഞ്ഞ വർക്ക് ഇറക്കിയപ്പം ഒരു പാട്ട് പാടി. അതിനുശേഷം പ്രേമം എന്ന് പറയുന്ന വർക്കിൽ ഒരു പാട്ട് പാടി. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെയാണ് കല്ലായി കിണൊക്കെ പാടുന്നത്. പിന്നെ വർക്കുകൾ പുതിയ പുതിയ കണ്ടന്റുകൾ ഉണ്ടാക്കാൻ മത്സരിക്കുക എന്നുള്ള സംഭവത്തിലാണ് ആ വർക്കുകളൊക്കെ തുടങ്ങി. അന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ ഒന്നും അങ്ങനെ ഇല്ല. അപ്പൊ എങ്ങനെ ആളുകളൊക്കെ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാ? ചിലപ്പോൾ ഈ പാട്ടൊക്കെ കേട്ടൊരു പ്രണയമൊക്കെ തോന്നിയ ഒരു പ്രണയിനികളൊക്കെ ഉണ്ടാവുമല്ലോ. അതിനകത്ത് ഇപ്പോൾ ഒരു പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ആളുകളെ പറയാനുണ്ട്. ഒരുപാട് സ്ത്രീകളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഇവരൊക്കെ ആയിട്ട് സംസാരിച്ച് പരിചയമുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം 10-15 വർഷക്കാലം ഇപ്പോൾ ചിലപ്പോൾ പാട്ടുകാർക്ക് കിട്ടാത്തൊരു ഭാഗ്യം എനിക്ക് കിട്ടിയാണ്. കാരണം എന്ന് വെച്ചാൽ അന്ന് ഇറങ്ങുന്ന കാസറ്റിൻ്റെ പുറകിൽ മാഗ്നസ് ഓഡിയോസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ നമ്പറാണ് ഉണ്ടാവുക. മനസ്സിലായി? അത് ലൈൻ അടിക്കാനല്ല, എൻ്റെ ഉദ്ദേശമല്ല. എനിക്ക് അന്ന് കച്ചവടം ചെയ്യാന്നുള്ള ഒരു ലക്ഷ്യം. സത്യം. കാരണം അന്ന് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണം. കാരണം നമ്മൾ സാധാ സീതാ മനുഷ്യനാണ്, സാധാ ഫാമിലിയാണ്. അന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം അതിൻ്റെ മുൻപ് പറയുമ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ സാമൂഹ്യ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ വിട്ടിട്ട് പാളയത്ത് ഫ്രൂട്ട്സ് കച്ചവടം ചെയ്തിട്ടാണ് ലൈഫ് തുടങ്ങുന്നത്. പിന്നീട് ഞാൻ പുതിയ ബസ് സ്റ്റാൻഡിൽ ഉന്തുവണ്ടി കച്ചവടം ചെയ്തിട്ടാണ്. പിന്നീട് ഞാൻ 2 വർഷക്കാലം എൻ്റെ ഉമ്മേൻ്റെ അനിയത്തിൻ്റെ ഭർത്താവ് ഒരു ഓട്ടോ വാങ്ങി തന്നിട്ട് അതിലാണ് കുറച്ച് ലൈഫ്. അത് വാങ്ങി തന്നിട്ട് ഞങ്ങൾ കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൽ ഒരുമിച്ച് കൂടും. അന്ന് അവിടെ ഒരുമിച്ച് കൂടിയ പലരും ഇന്ന് പ്രശസ്തരും പ്രഗത്ഭരും ഒക്കെയാണ്. കാസറ്റിന്റെ ബാക്കിൽ നമ്പർ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്പറിൽ നിന്നിട്ട് ആരെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്തോ? നമ്മളത് മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിനകത്ത് ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് നമ്പർ കിട്ടാന്നുള്ളതാണ്. ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, കാണാത്ത പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മാംഗ്ലൂരിൽ നിന്ന് ഒരു കുട്ടി വിളിക്കലുണ്ട്. അവിടുത്തെ ആ ഒരു സ്ലാങ് അന്ന് എനിക്കത് ബോധമില്ല. ഇപ്പം വേറെ എന്തോ ഒരു അതിന് പേര് പറയും, ഇപ്പം എനിക്ക് കിട്ടില്ല. അതിൽ വർഷങ്ങളോളം സംസാരിച്ചിട്ടുണ്ട്. പിന്നെ സൗദിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ലാൻഡ് ലൈനിൽ നിന്ന് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ ബോയ്സിനോട് ഇത്രയും നേരം വർത്തമാനം പറഞ്ഞു തോന്നിക്കല്ലേ. ഇവരുടെയൊക്കെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വേറെ ഒരു സാധ്യതയില്ല, ലാൻഡ് ലൈനാണ്. അങ്ങനെ കോയിൻസ്, പിന്നെയൊക്കെ കോയിൻ ബോക്സ് ഒക്കെ പിന്നെ അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. കുറേ ആൾക്കാരുടെ ലൈഫ് അറിയാം, ആഗ്രഹങ്ങൾ അറിയാം. പ്രണയിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ നേരത്തെ പ്രണയിച്ചില്ല. ആ സമയത്ത് പ്രണയം അല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. ഞാൻ പറയില്ല കാസറ്റ് നിങ്ങളോട് ആരെങ്കിലും ഇഷ്ടമാന്ന് പറഞ്ഞ അപ്പൊ കാസറ്റ് വാങ്ങൂ, അങ്ങനെയാണ് പറയാ. അത് സത്യം. ഇപ്പൊ പ്രണയം പറയുമ്പോൾ ഞാൻ തുറന്ന് ഞാൻ പറയും, എന്റെ ഇപ്പത്തെ ലക്ഷ്യം ഇന്നതാണ്, എന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇന്നതാണ്. ഇപ്പൊ എനിക്ക് അതിന് പറ്റൂല, അത് ഉൾക്കൊള്ളാൻ പറ്റൂല. വന്നിട്ടുണ്ട്, എണ്ണാൻ പറ്റുമോ ഇതില് എത്ര ആളുകൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെന്ന്? ഇതൊക്കെ ഇപ്പൊ ഒരാള് ഫോണിലൂടെ നമ്മൾ ഇഷ്ടമെന്ന് പറയണമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അങ്ങനെ തന്നെയല്ലേ ഇഷ്ടം തുടങ്ങുക. നിങ്ങളപ്പോ യൂട്ടിലൈസ് ചെയ്തില്ല, ആ സമയം ഞങ്ങൾ കച്ചവടം ചെയ്ത് വിറ്റ്. ഫോണിലൂടെ വിളിച്ചിട്ട് ഇഷ്ടമെന്ന് പറയുമ്പോഴാണോ തുടങ്ങാം? അങ്ങനെയും തുടങ്ങാം. നിന്റെ നമ്പറിലൊന്ന് വിളിക്കുക. ഇല്ല, സ്വന്തം കാര്യം വരുമ്പോ എല്ലാവർക്കും പ്രശ്നം. അപ്പൊ അത് ഞാൻ പറയുന്നത് അങ്ങനെയല്ല, അതാണ് അതിന്റെ ശരി. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു സംഭവം പ്രണയം
അങ്ങനെ പെട്ടെന്ന് തുടങ്ങാൻ പറ്റുന്ന സംഭവമൊന്നുമല്ല. ഇപ്പോ നമ്മളൊരു ചലഞ്ച് ചെയ്യാൻ പോവാ. ചലഞ്ച് എന്താന്ന് വെച്ചാല് ജലാൽക്ക ഒരുപാട് വേദികളിൽ ജയിച്ചൊരു സംഭവം കേട്ടോ. ആ സ്പോട്ടായിട്ട് കിണ് വെച്ചിട്ട് അങ്ങോട്ട് പാടും. തോറ്റു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയാണ് പാരിതോഷികം അല്ലേ? സ്റ്റേജിൽ പറയല അങ്ങനെയാണ്. ആ സ്റ്റേജിൽ എങ്ങനെയാ പറയാ? അപ്പൊ ഇവിടെ തോറ്റാലും 1 ലക്ഷം തരുമോ? ഇവിടെ ഇപ്പൊ നമുക്കെല്ലാം അറിയുള്ളൂ ഞാൻ ലൈവായിട്ടാണോ പാടുന്നതല്ലെന്നുള്ളത്. അല്ല എനിക്കറിയാം ലൈവാണെങ്കിൽ പറയണം. അപ്പൊ ഞാൻ ജയിച്ചു ഞാൻ എന്ത് കണ്ടാലും ജസ്റ്റ് പാടാം, കിണു വെച്ചിട്ട് പാടാം. അഥവാ നിങ്ങൾ തോറ്റ എനിക്ക് എന്ത് തരും? തോറ്റാൽ ഇവര് ചോദിക്കും ഇവര് അതിന്റെ ആള് ഒരു തരും. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കാം. ആ ഫോണ് ഈ ഫോണോ ഇത് സെൻസറൊക്കെ അടിച്ചു എന്റെ സെൻസർ ഓൾറെഡി അടിച്ച ഇനിയിപ്പോ അതിന്റെ കൂടെ ഒരു ഫോണും കൂടെ സെൻസർ അടിച്ച് വന്നാല് കുഴപ്പമില്ല. ഫോൺ തരാം. ഉറപ്പല്ലേ? പിന്നെന്താ, നിങ്ങള് സാക്ഷിയാണ്. ആ ഫോൺ തരണം. ആ ഓക്കെ, വാക്ക് പാലിച്ചു. സെറ്റ് കിണ് സ്പോട്ടായിട്ട് റെഡി റെഡി സ്റ്റഡി ഗോ സ്റ്റാർട്ട്. ഞമ്മള് വന്നിക്കണ് വെറൈറ്റി മീഡിയെന്ന് വിളിച്ചിക്കണ്, നൈനിഷ തെരഞ്ഞിക്കണ്, പ്രതിഫല നമ്പർ കൊടുത്തിക്കണ്, കോളൊന്ന് വന്നിക്കണ്, ഞമ്മളെ റാസി വിളിച്ചിക്കണ്, ഇന്റർവ്യൂ തരുമെന്ന് ചോദിച്ചിക്കണ്, ഞമ്മള് തരാന്നും പറഞ്ഞിക്കണ്, പാർട്ട്ണറെ കണ്ടിക്കണ്, മൂപ്പര് സൈഡിലിരുന്നിക്കണ്, കയ്യിൽ ഫോണൊന്നെടുത്തിക്കണ്, പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചിക്കണ്, റാസി വന്നിക്കണ്, ഞമ്മള് കോളൊന്ന് വിളിച്ചിക്കണ്, നമ്മളെ താഴേക്ക് വിളിച്ചിക്കണ്, വിളിക്കാൻ ആളൊന്ന് വന്നിക്കണ്, ആരാന്ന് ചോദിച്ചിക്കണ്, ക്യാമറ മേനോനെന്ന് പറഞ്ഞിക്കണ്, കൊല്ലം ആണെന്ന് പറഞ്ഞിക്കണ്, കൊച്ചിയിൽ താമസം പറഞ്ഞിക്കണ്, പേരെന്താന്ന് ചോദിച്ചിക്കണ്, ഓന്റെ പേരെന്താന്ന് ചോദിച്ചിക്കണ്, അഖില് ആണ് എന്നും പറഞ്ഞിക്കണ്, ആള് സൂപ്പറാന്നും പറഞ്ഞിക്കണ്, റാസി ഇരുന്നിക്കണ്, ഫ്രണ്ടിൽ ക്യാമറ പിടിച്ചിക്കണ്, അടിപൊളി ലെൻസ് തിരച്ചിക്കണ്, ഞമ്മളെ ഫോക്കസ് ചെയ്തിക്കണ്, നൈനിഷ ഇരുന്നിക്കണ്, ഓളെ പരിപാടി കണ്ടിക്കണ്, കളർഫുള്ള് ചുരിദാറിട്ട് വന്നിക്കണ്, 4 കിലോ ലിപ്സ്റ്റിക്ക് തേച്ചിക്കണ്, 2 കിലോ കറലൗലിൻ തേച്ചിക്കണ്, കണ്ണിൽ കൺമഷി നിറച്ചിക്കണ്, മുടിയൊക്കെ ഇങ്ങനെയാക്കിക്കണ്, ഈ ആപ്പിള കോഴിക്കോടാ പറഞ്ഞിക്കണ്, രണ്ടാളും ലവാന്ന് പറഞ്ഞിക്കണ്, എന്നിട്ട് കല്യാണം കഴിച്ചിക്കണ്, ഇപ്പോഴും ഹാപ്പിയായി ജീവിച്ച് വന്നിക്കണ്. നമ്മൾ വെറൈറ്റി മീഡിയയിൽ വന്നിക്കണ്, നിങ്ങളെ കണ്ടിക്കണ്, ഫോൺ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിക്കണ്, ഫോൺ തരാമെന്ന് പറഞ്ഞിക്കണ്, അത് തന്നതിന് ശേഷം നമ്മൾ തിരിച്ച് തരാമെന്നും പറഞ്ഞിക്കണ്, അന്തം വിട്ട കുന്തം പോലെ നമ്മൾ കണ്ണിലേക്ക് നോക്കി നിന്നിക്കണ്, ഇപ്പം എല്ലാം ആന്ന് പറഞ്ഞിക്കണ്, റാസിൻ്റെ കാലിങ്ങനെ ചവിട്ടി തുടങ്ങിക്കണ്, അത് പാടിപ്പോൾ ബാക്കോട്ട് നോക്കിക്കണ്, തട്ടമെല്ലാം സൈഡിലേക്ക് ആക്കിക്കണ്, എല്ലാ സെൻസാന്ന് പറഞ്ഞിക്കണ്, കസേരയിൽ കൈ കൊണ്ട് അടിച്ചിക്കണ്, 2 കൈ നിർത്താൻ പറ്റുമെന്ന് ചോദിച്ചിക്കണ്, ഓളെ പല്ല് മൊത്തം കണ്ടിക്കണ്, വാട്ട കണ്ണിട്ട് നോക്കിക്കണ്, കൈയടി തന്നിക്കണ്, നിർത്തിക്കണ് പറഞ്ഞിക്കണ്, നിർത്തി സെറ്റല്ലേ? ഇതൊക്കെ നല്ലോണം പറ്റും. ഇതങ്ങള് നല്ല സുഖം. ശരിക്കും മറ്റേ ഇതൊക്കെ ട്രൈ ചെയ്തോട്ടോ, ഓട്ടം തുള്ളല്. അതെങ്ങനെയാണല്ലോ, ഓട്ടം തുള്ളലാണല്ലോ, വേറൊരു വെർഷൻ അല്ലേ ഇതന്നെ? ഓക്കെ. കിണങ്ങൾക്ക് എവിടുന്ന് കിട്ടി? കിണ ഇവിടുന്ന് ഫസ്റ്റ് അത് ലിറിക്കലായിട്ട് ചെയ്തതാണ്. പിന്നെ അന്നത്തെ റിലയൻസ് 550 റുപ്യക്ക് മൊബൈൽ കൊടുത്ത സമയം, പിന്നെ ലോൺ എടുക്കുന്ന സമയം, അത് എൻ്റെ ഫ്രണ്ട് CT കബീറാണ് ആ പാട്ട് എഴുതിയത്. ആ പാട്ട് സ്റ്റേജിൽ പാടി 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 പിന്നെ ഒരു മത്സര ബുദ്ധിയോടുകൂടി അവിടെയും വെറൈറ്റി എന്തെങ്കിലും കാഴ്ച വെക്കണം എന്ന് തോന്നിയപ്പോൾ ലൈവായിട്ട് പാടാം, കണ്ടതൊക്കെ കിണു വെച്ച് പാടാൻ തുടങ്ങി. ആ മോനെ, കല്ലായിന്റെ ഫസ്റ്റ് ലൈൻ എന്തായാലും കേൾക്കണം എനിക്ക്. കല്ലായി തുടങ്ങട്ടെ. കുണ്ടുങ്ങൽ തറവാട്ടില് മാണിക്യ കല്ലാണവൾ, പരിചയെടുക്കും സുൽത്താനായി ഞാൻ നിന്നെ വിളിക്കും നേരത്ത്, പിരിശത്തോപ്പിലെ റാണിയാ, പിരിശത്തോപ്പിലെ റാണിയായി നിൻവരവും കാത്ത് കടവത്ത്, കല്ലായിൽ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു പവിഴക്കല്ലാണ്, മനസ്സിൽ നിറയും പൂവാണ്, ആ പൂവിന്നിതളെന്നുയിരാ, കരിമിഴി കൊണ്ടൊരു നോട്ടത്തിൽ അവളെന്നും പത്തരമാറ്റാണ്, കല്ലായിൽ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു പവിഴക്കല്ലാണ്, മനസ്സിൽ നിറയും പൂവാണ്, ആ പൂവിന്നിതളെന്നുയിരാ. ഈ കല്ലായിലെ പെണ്ണിനെ നമ്മൾ കുറെ മുന്നേ കണ്ട്, ഇപ്പൊ റീസൺലി വീണ്ടും കണ്ട്. അതെങ്ങനെ? 10-15 വർഷം മുൻപല്ലേ പാടിയത്. അന്ന് പാടി, പിന്നെ അതിനുശേഷം വീണ്ടും അത് ഷൂട്ട് ചെയ്ത് ഒരു സെറ്റ് ഇട്ടിട്ട്
അതിനുശേഷം ഇപ്പം കുറേ ഇന്നത്തെ ഞാൻ കാണാത്ത, ഞാൻ ആരാണെന്നറിയാത്ത, പാടിയതാരാണെന്നറിയാത്ത കുറേ നല്ല മുത്തുമണിയായിട്ടുള്ള കുട്ടികൾ പാടി, കുറേ ഗേൾസും ബോയ്സൊക്കെ പാടി കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ അന്ന് പാടിയിട്ടുള്ള ആ ഒരു പാട്ട് തിരൂർ ഒരു ഷോയിൽ താജൂക്ക ഇൻട്രൊഡ്യൂസ് ചെയ്ത് പാടി. പിന്നെ ഞാൻ പോലും പ്രതീക്ഷിക്കാണ്ട് എൻ്റെ സുഹൃത്ത് അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു. സിയാദ് നരിക്കോടനും ഉനീസ് മുനൂരോടെ ചേർന്നിട്ട് എൻ്റെ ഒരു എന്താ പറയുക അനുവാദം ഇല്ലാതെ എനിക്ക് പണി തന്നാന്ന് ഞാൻ തുറന്നു പറയും. കാരണം അത് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും കണ്ണറിഞ്ഞു. അതിനകത്ത് ഞാൻ നോക്കുന്ന സമയത്ത്, ഇപ്പോൾ ഇന്ന് വരുന്ന സമയത്ത് 1K കമൻ്റ് ഉണ്ട്. അതിനകത്തൊരു 10-200 കമൻറ്റുകൾ നമുക്ക് ഒഴിവാക്കാം. മോശപ്പെട്ട കമൻറ്റുകളും ചീത്ത പറച്ചിലും അഭിപ്രായങ്ങളൊക്കെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അതിനെ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യും. കാരണം അത് നമുക്ക് നല്ലതിലേക്ക് പോകാനും തെറ്റിൽ നിന്നും തിരുത്താനും അല്ലെങ്കിൽ നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടാവാൻ കാരണമാവുന്നതാണ് നമ്മളെ ചീത്ത പറയുന്നതും വിലയിരുത്തുന്നതും അഭിപ്രായം പറയുന്നതും. ബാക്കി അതിനകത്ത് 15 വർഷം മുൻപുള്ള ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ, കമൻറ്റുകൾ, ഇഷ്ടങ്ങൾ, സ്നേഹം, പ്രണയം ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ശരിക്കും കണ്ണറിഞ്ഞ് ഭയങ്കര സന്തോഷം തോന്നി. ആ ഒരു കമൻറ്റുകളാണ് എന്താ പറയുക ഈ ഒരു എന്നെ ഇവിടെ കൊണ്ടെത്തിച്ച് ഈ ഇപ്പം റാസിയിൽ കൊണ്ടെത്തിച്ച്, റാസി ഞങ്ങളെ റാസിക്ക അതിൽ കൊണ്ടെത്തിച്ച് വെറൈറ്റി മീഡിയൻ്റെ. ഇപ്പൊ നിങ്ങള് പാട്ടിൽ എത്രമാത്രം എന്താ പറയാ പ്രാലഭ്യം, അത് വേണ്ട, ആ വീട് വേണ്ട, പ്രാഗൽഭ്യം അല്ല അത് വേണ്ടല്ലേ പറയും, പ്രാഗൽഭ്യം തെളിയിച്ചവനാണോ അത്ര തന്നെ ഞങ്ങൾ മിമിക്രിയിലുണ്ടെന്ന് അറിയാം. മിമിക്രി ആർട്ടിസ്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് രണ്ട് മിമിക്രിയോട് കേട്ടാലോ? ഓക്കെ. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അനുകരിക്കാൻ ഇഷ്ടമുള്ള കുറച്ച് സംഭവങ്ങൾ തന്നെയാണ്. ഇപ്പോൾ വെറൈറ്റി മീഡിയയിൽ കുറച്ച് നടന്മാർ വന്നിരുന്നുവെങ്കിൽ എനിക്ക് സൗണ്ട് എത്രത്തോളം പെർഫെക്റ്റ് ആവുന്നൊന്നും അറിയില്ല. വിത്തൗട്ട് റിഹേഴ്സൽ എന്താണോ സംഭവിക്കാൻ പോകുന്നത് അത് നോക്കാം. അതിൽ തുടക്കത്തിൽ ഇന്നസെൻറ്റും ജഗതിയും വെറൈറ്റി മീഡിയയിൽ ഗസ്റ്റുകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കണം. നമ്മൾ എവിടെയായി എത്തിയിരിക്കണെന്ന് നോക്കിയ തിരുവേടി വെറൈറ്റി മേഡിയിൽ ഇന്റർവ്യൂക്ക് നൈനിഷ വിളിച്ചിരിക്കുന്നു. അവളുടെ ആ മേക്കപ്പും ലിപ്സ്റ്റിക്കും അവളുടെ ആ ചുരിദാറും ആ പൊട്ടിയുള്ള ചിരിയും എല്ലാം കൂടി കാണുമ്പം എനിക്ക് ഉത്തരം പറയാൻ തോന്നുന്നില്ല. പിന്നെ നിനക്ക് എന്താടാ തോന്നുന്നത്? അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കാൻ തോന്നുന്നു. അത്രയ്ക്ക് ഭംഗിയാണോ? അത്രയ്ക്ക് ഭംഗിയായത് കൊണ്ടല്ല, ഒരു മേക്കപ്പ് കിറ്റ് മൊത്തം മുഖത്ത് വാരി തേച്ചത്. അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തുള്ള വിഷമം ഭയങ്കര. ഇതാരാ വന്നിരിക്കണേ? നിങ്ങളെല്ലാവരും ഇങ്ങനെ സംസാരിച്ചിരിക്കാതെ ആ കുട്ടി ചോദിക്കുന്നതിനുള്ള ഉത്തരം പറയാനല്ലേ പറഞ്ഞ്. എന്തായാലും ഞാൻ ഇവിടെ വന്നതിലും ഇങ്ങനെ ചോദിക്കാൻ പറ്റിയതിലും എനിക്ക് ഭയങ്കരമായിട്ട് സ്നേഹം, ഇഷ്ടം ഒക്കെ ഉണ്ട്. എങ്കിൽ പിന്നെ ഇവരോടെല്ലാവരോടും വേണ്ടി ഒരു കാര്യം പറയട്ടെ. ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ, എനിക്ക് ഒരുപാട് സന്തോഷമായി, നന്ദിയുണ്ട്. എന്തേ പടച്ചോനെ, എന്തായാലും നോട്ടായിരുന്നു ഇത്രയും നേരം. ചിരിച്ച് വരുന്ന ഗസ്റ്റുകളെ മൊത്തം മയക്കി കുപ്പിയിലാക്കി ബോക്സിലാക്കി ഇങ്ങനെ ചുരുട്ടി വിടുകയല്ലേ. പടച്ചോനെ, അല്ല വെമ്പറുന്നോളെ, അന്നോടാരോ കോഴിക്കോട് നിന്ന് ഇവിടെ വന്നിട്ട് വെറൈറ്റി മീഡിയയിൽ നോക്കിയിട്ട് ഇങ്ങനെ ആളുകളെ പൊല്ലാപ്പാക്കാൻ പറയുന്നത്? അനക്കൊന്നും വേറെ പണിയില്ലേ? ഞാൻ ചോദിച്ചതല്ല, കമന്റിലുള്ള ആളുകളെ ചോദിച്ചത്. ഞാൻ ഒരിക്കലും അങ്ങനെ ചോദിക്കില്ലല്ലോ. ചോദിക്കോ? ഇല്ല, മതി. ഇപ്പൊ സലീം കെന്റെ എത്ര നാൾ കാത്തിരുന്നു ആ പാട്ടൊക്കെ വീണ്ടും വന്നു സിനിമയില്. വലിയ അല്ലേ? അതുപോലെ നമ്മുടെ കല്ലായിലൊക്കെ ഇനി വരുമോ? സിനിമയിലൊക്കെ വരും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. വരട്ടെ അല്ലേ? ഈ എത്ര നാളുടെ കൂടെ ഞങ്ങളൊരു പാട്ട് പാടിയില്ലേ, ഒരു കോപ്പി പോലെ. ഇഷ്ടമായിരുന്നു എനിക്ക് ആ പാട്ടുണ്ടാവാൻ. അതിന്റെ പിന്നിലൊരു കഥയുണ്ട്. ഇപ്പൊ നമ്മൾ പാട്ടും അഭിനയം തുടങ്ങുന്നതിന് മുന്നേ ഷാപ്പിയുടെ പട്ടെടുത്ത് മുന്നിൽ അതിലുള്ള ബാക്കിൽ കളിച്ച ആളുകളൊക്കെ ഇന്ന് എവിടെ എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അത് ഉണ്ണിമലയിലാണ് ഡയറക്റ്റ് ചെയ്തത്, ഹരി ക്ലാബ്സാണ് പ്രൊഡ്യൂസർ. എൻ്റെ കൂടെ അന്ന് നെൽബിന്, ഹരി ക്ലാബ്സ്, ഞാൻ, കുറേ ആളുകൾ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ആ പാട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് സലീമിൻ്റെ എത്ര നാൾ വന്നത്. അതിനുശേഷമാണ് പ്രേമം എന്ന വർക്കിൽ ഞാൻ ആ ട്യൂണിൽ തന്നെ ഇഷ്ടമായിരുന്നെനിക്ക് നിന്നെ കാണുവാൻ, ഇഷ്ടമായിരുന്നു നിന്റെ സ്വന്തമാകുവാൻ, എന്നും ഓർക്കുന്ന പൂവാണു നീ, ഇന്നും ഓർക്കുന്ന പൂവാണു നീ, എൻ്റെ മോഹങ്ങൾ കളകേറയും തന്ന സ്നേഹത്തിൻ മലരാണു നീ, ഇഷ്ടമായിരുന്നെനിക്കു നിൻ്റെതാകുവാൻ, പട്ടെടുത്തു മുന്നിൽ വന്ന പെണ്ണേ,
ഈ മുത്തുമാല കൊത്തു വെച്ചതാർക്ക് വേണ്ടി എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ. ഈ 3 പാട്ടും ഒരു അങ്ങനല്ല, പട്ടെടുത്ത് വന്ന് എത്ര നാൾ വന്ന്. അപ്പം ഞാൻ പാടിയത് ശരിക്കും എത്ര നാളിൻ്റെ റീമിക്സ് ആ ട്യൂൺ എടുത്തിട്ടാണ് പാടിയത്. ഇനി ഞാൻ ചോദിക്കട്ടെ, കുറേ പാട്ട് പാടിയിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട്? എനിക്ക് വിഷ്വല് വരാതെ പോയ ഒരു പാട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാട്ട്, അതിപ്പോഴും യൂട്യൂബിനകത്ത് കിടക്കുന്നുണ്ട്. കൈരളി വി ചാനലിലൊരു ബാൻഡ് നടത്തിയാൽ പാടിയത്, അത് കേൾക്കാനും പിന്നെ പാടാനും ഒക്കെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എന്നെ മറന്നിടല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല. ഒരു വർക്കിൻ്റെ ഇടയിൽ മുങ്ങിപ്പോയിട്ടുള്ളൊരു പാട്ടാണ്. ആ പാട്ടൊരു നല്ലൊരു പാട്ട്. എന്നെ മറന്നിടല്ലേ, എൻ്റെ സ്നേഹം മറന്നിടല്ലേ, നിന്നെ കൊതിച്ചതല്ലേ പെണ്ണെ നീ എൻ്റെ ജീവനല്ലേ. എന്നെ മറന്നിടല്ലേ, എൻ്റെ സ്നേഹം മറന്നിടല്ലേ, നിന്നെ കൊതിച്ചതല്ലേ പെണ്ണെ നീ എൻ്റെ ജീവനല്ലേ. മിണ്ടി പറയണമെല്ലാം, ഇല്ലെങ്കിൽ എന്തിനീ മോഹങ്ങൾ. കണ്ടും കൊതിച്ചും ചിരിച്ചും നടന്നാൽ നമ്മളൊന്നായിന്ന് മാറിടുമോ. ഒന്നെൻ്റെ കൂട്ടിന് പോരണമിന്നേ, കൂട്ടിലിരുന്നെന്നെ നോക്കേണം. ആരോടും ചൊല്ലാത്ത മോഹമിതാണ്, ഇഷ്ടം കൊണ്ടാണെടി പെണ്ണാളെ. എന്നെ മറന്നിടല്ലേ, സ്നേഹം മറന്നിടല്ലേ, നിന്നെ കൊതിച്ചതല്ലേ പെണ്ണെ നീ എൻ്റെ ജീവനല്ലേ. എനിക്ക് വേറൊരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തോന്നിയിട്ടുള്ളത്, ഈ ഡബ്സിയൊക്കെ ഇപ്പോൾ പല റാപ്പ് സോങ്സ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾ ഇതൊക്കെ മുമ്പേ പഴറ്റിയതാ അല്ലേ? എനിക്ക് ഈ റാപ്പ് വെസ്റ്റേൺ അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നാളത്തേക്ക് ഒരു റാപ്പ് സോങ് വേണം, എന്നിട്ട് എൻ്റെ അടുത്ത് പറയാം അത് ഹിറ്റാക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ആ വർക്ക് എടുക്കുകയാണെങ്കിൽ ഞാൻ 100% ഇൻഷാ അല്ലാഹ് നാളെ നേരം വെളുക്കുമ്പോൾ അത് വൈറലാക്കിയിട്ടുണ്ടാവും. പക്ഷെ അന്നില്ലേ, ഇന്നിപ്പോൾ നമുക്കൊരു സാധനം ഇറക്കി കഴിഞ്ഞാൽ അത് വൈറലായോ അല്ലെങ്കിൽ ഇല്ലേ എന്നൊക്കെ അറിയാൻ എളുപ്പമാണ്. തീർച്ചയായിട്ടും. പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്നൊരു പാട്ട് ഇറക്കി കഴിഞ്ഞാൽ കുറേ ഓടി ആളുകളിൽ എത്തി. അന്ന് നമ്മളത് മനസ്സിലാക്കിയത് CD സെയിൽ കൂടും. CD കൂടുതൽ സെയിൽ തുടങ്ങുമ്പം കേരളത്തിൽ നിന്ന് മൊത്തം ഓർഡർ വരുമ്പം ഉറപ്പിക്കും ഇത് അത്യാവശ്യം ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് പോകുന്നുണ്ടെന്നുള്ള. പിന്നെ അതിൻ്റെ രണ്ടാം ഘട്ടം, അന്ന് വ്യാജ CD കളില്ലായിരുന്നു ഫുട്പാത്തിൽ, അത് ഭയങ്കരമായിട്ടും വിറ്റഴിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ അത് ഹിറ്റാണ്. അത് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ഭാഗത്ത്, പിന്നെ അന്നത്തെ ടൈമിൽ അവിടെയൊക്കെയാണ് അത് ഹിറ്റായത്. പക്ഷെ പണ്ട് ഇപ്പോൾ എന്നെ ആണെങ്കിലും ഷാഫിനാണെങ്കിലും താജുവിനൊക്കെ ആണെങ്കിലും നമ്മളെ ക്ലിക്കാക്കിയതും ജനകീയമാക്കിയതും പ്രാദേശിക ചാനലുകളും ഈ വ്യാജ CD വിൽപ്പന നടത്തിയവരൊക്കെയാണ്. പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ വമ്പൻ നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവും. ഇതെന്താണെന്നറിയോ, ഇതാണ് ഒരു നമ്മൾ സെഗ്മെന്റ് ചെയ്യാൻ പോവാ. ഈ സെഗ്മെന്റ് എന്ന് വെച്ചതിൽ ഞാൻ കുറേ സാധനങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട്. പലതരം ജീവിത കാലഘട്ട അനുഭവങ്ങളാണ്. അതിനൊക്കെ മാച്ച് ചെയ്യുന്ന ഒരു സാധനം എടുക്കുക, അതിലൊരു സാധനം ഉണ്ടാവും, അതിന് മാച്ച് ചെയ്യുന്ന ഒരു പാട്ട് പാടുക. മനസ്സിലായോ? റെഡി? എടുത്തോളേ. ഇതേപോലെ എടുക്കുന്ന കുറച്ച് വിരഹം ഒരു വിരഹത്തിന് മാച്ച് ചെയ്യുന്ന ഒരു പാട്ട്. വേഗം, സമയമില്ല ഇവിടെ. പ്രാണസഖി നീ വേറുമൊരു പാമരന പാട്ട് വേഗം നിർത്തൂ, കഥയെ നിർത്താത്ത അടുത്ത വേഗം, അത്ര വേഗം നിർത്തണ്ട. പ്രണയം അതിൽ ലിഫിലില്ല. പ്രണയത്തിനെ പറ്റി പാട്ടൊക്കെ പാടിക്കൂടെ? പ്രണയ പിണക്കമായി എന്നോടിണക്കമായി, പ്രണയമായി പിന്നെ ജീവനായി, ആരാരും അറിയാതെ ആരോടും പറയാതെ നീ എൻ്റെ മനസ്സിൽ കൂടൊരുക്കി പെണ്ണെ, നീ എൻ്റെ മനസ്സിൽ കൂടൊരുക്കി. ഈ പാട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ റാസി. എനിക്ക് ഒരൊറ്റ ആഗ്രഹമുണ്ട്, എല്ലാവരുടെ പെർമിഷനോട് കൂടിയിട്ട് ആ പിണക്കമായി എന്നുള്ള പാട്ടിന്റെ 2 വരി ഞാൻ പാടുന്നോ? അല്ല മോനെ, അല്ലൊക്കെ അറിയാനിട്ടാണ് ക്യാമറ. പിണക്കം കല്ലായി എന്നാ വൈറലായിക്കോളും. പാടി. കല്ലായിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു പവിഴക്കല്ലാണ്, മനസ്സിൽ നിറയും പൂവാണ്, പൂവെന്നിരളെന്നുയിരാ, കരിമിഴി കൊണ്ടൊരു നോട്ടത്തിൽ അവളെന്നും 10 മാറ്റാണ്. പാടാനൊന്നും എന്നോട് പറയരുത് കേട്ടോ. എനിക്ക് ശരിക്കും എന്താ തോന്നി അറിയാം,
സ്കൂൾ കുട്ടികളോട് പഠിപ്പിക്കുന്നത് അംഗൻവാടി. അങ്ങനെ കല്ലായിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു പറയും. കല്ലാണ് മനസ്സിൽ. ഓക്കെ, അടുത്തത് കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ പ്രണയം എടുത്തതുകൊണ്ട് ചോദിക്കാം. ഒരുപാട് പ്രണയത്തെ പറ്റി പാട്ട് എഴുതി, ഒരുപാട് എന്താ പറയാ പ്രണയങ്ങളെ പറ്റി അറിയാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്താ ലൈഫിൽ പ്രണയിക്കാതിരുന്നേ? എല്ലാത്തിനും ഒരു ഭാഗ്യം വേണം. അതെ, അത് പിന്നെ ശരിയാ. കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രണയത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പൊ അത് ഉണ്ടോ? പിന്നെ ഇപ്പോഴത്തെ പ്രണയമൊക്കെ ട്രാപ്പാണ്. ഇപ്പഴില്ല, നമ്മൾ അപ്പത്താ പറഞ്ഞു. പണ്ടത്തെ പ്രണയമൊന്നും ലൈവായിട്ട് ആരും കിട്ടൂല. കാരണം ഏതൊക്കെ മുക്കിലും മൂലയിലൊക്കെ അല്ലേ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ യാതൊരു സംഭവമില്ല. നിങ്ങക്ക് പറയാതെ പോയ പ്രണയം ഉണ്ടായിട്ടുണ്ടോ? പറയാതെ പോയ പ്രണയം ഉദ്ദേശം മനസ്സിലായില്ല. അതായത് പ്രണയം ഉള്ളിലുണ്ട്, പക്ഷെ എനിക്ക് അവരോട് പറയാൻ പല കാരണങ്ങൾക്ക് പറ്റിയില്ല. അത് അതിന് ഉത്തരമുണ്ട്. കാരണം അതിപ്പം പറഞ്ഞ എൻ്റെ പെണ്ണുങ്ങളുണ്ട് എനിക്ക്. കാരണം കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ നല്ല സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ തന്നെ ചോദ്യത്തിന് ഉത്തരം തന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പൊ അങ്ങനെ ഉണ്ട് ഇല്ല ഉണ്ട് ഉണ്ട് അതെങ്ങനെ ഇല്ലാതെ അങ്ങനെയാണ് തിരിച്ചു ഞാൻ ചോദിക്കുമ്പോൾ അതിന് ഉത്തരങ്ങൾ പറയണ്ടേ? ഞാൻ എല്ലാം പറയും. എന്നാൽ പറയാതെ കുറേ പ്രണയം പറയും. പറയാതെ പോയ പ്രണയോ? എന്റെ പ്രണയങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറയാം ആരോടൊക്കെ? എനിക്ക് ഒരാളെന്ന് പറയുകയാണെങ്കിൽ എന്റെ ഹസ്ബൻഡിനോട് എനിക്കാണ് പ്രണയം തോന്നിയത്. അത് കഴിഞ്ഞ അടുത്ത ആള് പിന്നെ ഞാൻ പ്രണയിക്കാൻ സമയം കിട്ടിയില്ല. അതേപോലെ തന്നെ ഞാൻ എന്റെ വൈഫിനെ മാത്രം പ്രണയിക്കുന്നു, വേറെ ആളും പ്രണയിക്കാൻ സമയമില്ല. നിങ്ങൾ അത് വേണ്ട കേട്ടോ. നമ്മളെല്ലാരും ഒരേപോലെയാണ്. എന്റെ അതേ കാഴ്ചപ്പാട് തന്നെയാണ് എനിക്കും. അങ്ങനെ വരൂ. ക്യാമറ പറയാതെ പോയ പ്രണയം നൈനിഷയ്ക്ക് ഇല്ലെങ്കിൽ എനിക്കും ഇല്ല. ഓക്കെ, നിർത്തി. അടുത്തെടുത്തോളൂ ഞങ്ങള്. എന്താണ് അടുത്തെടുത്തോളൂ. എന്താന്ന് പറയാ? ഫ്രണ്ട്ഷിപ്പ്. പാട്ട്. ഒന്നും മറന്ന് തുന്നിപ്പറന്ന പൊന്നുങ്കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് തുന്നിച്ചെടുത്തതല്ലേ. വെറുതെ കോലം എനിക്കറിയില്ല, ഞാൻ വെറുതെ അടുത്ത ജീവിതത്തിൽ നല്ല നല്ല ഫ്രണ്ട്ഷിപ്പുകൾ എവിടെ നിന്ന് കിട്ടി? സ്കൂളിൽ നിന്നാണോ, ഈ ആൽബം ഫീൽഡ്, അല്ലെങ്കിൽ ഇങ്ങനെ എവിടെ നിന്നാ നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടി? നമ്മൾ നിൽക്കുന്ന പ്രൊഫഷൻ ഉണ്ടല്ലോ, ബിസിനസ് ആണെങ്കിൽ അതിനകത്ത് നിന്ന് റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കിട്ടൂല. കാരണം അത് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുന്ന കൂട്ടുകാരാണ്. പക്ഷെ ഇതിലൊന്നും പെടാതെ ആത്മാർത്ഥമായിട്ട് നമ്മളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ടാവും. അതിൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളുടെ പേര് ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കൊല്ലത്ത് പിന്നെ നിളമേലുള്ള അഫ്സൽ, പിന്നെ വർക്കല അഴിയൂരുള്ള സൽമാൻ സലീം, പിന്നെ എൻ്റെ നാട്ടിലുള്ള ആഷിം, പിന്നെ ഒരു നവാസ്, പിന്നെ ഒരു സിയാദ് നരിക്കോടൻ, പിന്നെ അവിടെയുണ്ട്, പിന്നെ ഉനൈസ് പൂനൂർ. ഇത്രയും സുഹൃത്തുക്കളെ ഞാൻ തിരഞ്ഞെടുത്ത് ഇപ്പം ഇതിൻ്റെ ഉത്തരം കിട്ടിയത് എനിക്കിപ്പോൾ 43 വയസ്സായി. ഇത്രയും എൻ്റെ വർഷക്കാലത്തിൽ മുൻപ് വേറെ സുഹൃത്തുക്കളുണ്ടായിരുന്നെങ്കിൽ ഈ ഫീൽഡിൽ എനിക്ക് സുഹൃത്തുക്കളാക്കാം എന്ന് മരണം വരെ കൊണ്ടുനടക്കാമെന്ന് തോന്നിയ 5-6 പേരാണ് ഇവർ. അടിപൊളി. സന്തോഷം. എൻ്റെ സന്തോഷം എന്ന് പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് ഇങ്ങനെ കാട് കയറി കഴിഞ്ഞിട്ട് ഒരു പറയാ ആളിയാ മതിയാക്ക്. ഇവരൊക്കെ ചിരിക്കുന്നത് എന്താണെന്നറിയോ? എൻ്റെ സന്തോഷം എന്താണെന്ന് മനസ്സിലായില്ലേ? കാരണം ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഒറ്റയ്ക്ക് എനിക്ക് സംസാരിക്കും. വണ്ടിയിൽ സംസാരിക്കും. അതെയാ? എന്റെ ഹസ്ബൻഡ് അത് വട്ടാന്നാ പറഞ്ഞേ. വട്ടിൽ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. വന്ന് നോക്കുമ്പോൾ ഭയങ്കര പറച്ചിലായിരിക്കും. ഞാൻ കുറെ കഴിയുമ്പോൾ ശരിയാവും. അതല്ലേ? അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാരോട് കുറേ സംസാരിക്കുക. അവർ കേൾക്കും, അവർ അതിനൊരു മറുപടി പറയും എന്നുള്ള വിശ്വാസമുള്ളവരോട്. അത് ആണായാലും പെണ്ണായാലും കുറേ സംസാരിക്കാൻ ഇഷ്ടമാണ്. സന്തോഷം. പാട്ട്. സന്തോഷത്താൽ ഒരു ദിനമും ഞാനറിയാതെ. അടുത്തെന്താ? അടുത്തോണ്ട് ഇല്ല. ഇത് കുറെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആണല്ലേ? ദുഃഖം. ഇതിനിപ്പോ എന്താ പറയണ്ടേ? താജുഖിന്റെ പാട്ട് ഓർമ്മ വരുന്നുണ്ട്. ഞാനറിയാതെ മനസ്സിൻ്റെ ഉള്ളിൽ നീ വന്നിരുന്നു നസിയ നസിയ നസിയ. പോരെ? ഓക്കെ, താങ്ക് യു. ഇനി സെഗ്മെന്റ് ഉണ്ടോ? സെറ്റിൽമെന്റ് ഇത് ഒരു പേപ്പർ കൂടി ഒരു ഇത് തീർന്നിട്ട് പോയാൽ സെറ്റിൽമെന്റ്. മോണ സ്കൂൾ ലൈഫ് കയ്യൊക്കെ വറക്കണം. ഞാൻ ഫസ്റ്റ് കലാകാരനാവണത് തിരുവണ്ണൂർ UP സ്കൂളിൽ. ഞാൻ പഠിച്ച സ്കൂളാ? ഞാൻ തിരുവണ്ണൂർ സ്കൂളിലാണ് പഠിച്ചത്. ഈ തിരുവണ്ണൂർ സ്കൂളിൽ പഠിച്ചവരൊക്കെ കലാകാരന്മാരല്ലേ? പക്ഷെ കലാകാരികൾ ഇതുവരെ ജനിച്ചില്ല. ഞാൻ ഉണ്ടോ? എന്താ തോന്നിയില്ല? കമന്റ് ഇട്ടതാണോ? നല്ല കലാകാരിയാണ്. ഭയങ്കരമായിട്ട് നമ്മളെ നെട്ടിച്ച്. തിരുവണ്ണൂർ സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ എന്റെ വീട് തിരുവണ്ണൂരാണ്. ഞാൻ ഇപ്പൊ വീട് വാങ്ങിയതാണ്. പന്നിയങ്കര കല്ലായി.
ഓക്കെ. ഞാൻ തിരുവണ്ണൂരുകാരിയാണ് ബേസിക്കലി. ഞാൻ ഇപ്പൊ നേരത്തെ പന്നിയങ്കര കല്ലായി എന്ന് പറഞ്ഞപ്പോ എന്റെ തിരുവണ്ണൂരുകാരൊക്കെ ഞാൻ ശരിക്കും വന്നപ്പോൾ ഞെട്ടി. കോഴിക്കോടാണെന്ന് എൻ്റെ അടുത്ത് സിയാദ് പറഞ്ഞു കഴിഞ്ഞപ്പം ഷോക്കായി. കാരണം നമ്മൾ വീഡിയോയിൽ കാണുന്നുണ്ട്, പ്രോഗ്രാം കാണുന്നുണ്ട്, അതിൽ ഒരു കോഴിക്കോട്ടുകാരി എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പഠിച്ച സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ സാമൂഹ്യ സ്കൂളിൽ ആണ് കലാപരമായിട്ടുള്ള തുടക്കങ്ങളൊക്കെ ഇട്ട് മിമിക്രി ആർട്ടിസ്റ്റൊക്കെ ആയി. സംഭവം പാട്ട് കൂടെയാടി പാട് സ്നേഹിത, പണ്ട് നാം പഠിച്ചൊരു വിദ്യാലയം. ആ ഒരു വിദ്യാലയത്തിനെ കുറിച്ചിട്ട് പാടിയൊരു പാട്ടുണ്ടായിരുന്നു, അതെനിക്ക് ഓർമ്മയില്ല. വേറെ സ്കൂൾ ലൈഫിൽ പറ്റി ഒരു പാട്ടും സ്കൂളിൽ പറ്റിയിട്ടുള്ള എന്നും എൻ്റെ ഓർമ്മകളിൽ. ഷാഫിഖാന്റെ പാട്ടാണോ അത്? അത് ഭയങ്കര വേദന ഈ ഉണ്ടാക്കണം. കലാലയം അല്ലേ? ഗോപുരം അത് നല്ല പാട്ടാ. ആ പാട്ടിന് ശരിക്കും നമ്മൾ സങ്കടമാവുന്നൊരു പാട്ട്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യാ? പൂവന്നെ സെറ്റ്. ഇനി പോവാല്ലേ? അപ്പൊ നിർത്താം അല്ലേ? ഇനി നിർത്തുമ്പോ ഒരു പാട്ട് പാടണോ? അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ലാസ്റ്റ് പാട്ടിലേക്ക് പോവാം. സെറ്റല്ലേ? ആ സെറ്റ്. ഓക്കെ. ദിൽ കെ അന്തർ തൂ ഹേ നാ, പാട്. ബാക്കി ഞാൻ ഉള്ളിൽ അറിയുന്ന പാടും. സാമനെ ഭി തൂ ഹേ നാ, ആँख में भी तू है ഫാത്തിമ ഫാത്തിമ. നെഞ്ചുക്കുള്ളേ നീ താനേ, കൺകൾ മുഴുതും നീ താനേ, കാതലൻപതി നീയേ ഫാത്തിമ ഫാത്തിമ. എൻ്റെ ഇടയിൽ പിന്നെ ഷാഫി വരില്ലേ? ലൈല ലൈല നീ എൻ കൽബാ, നീയും ഞാനും പണ്ടേ മുഹബത്തോ എല്ലാം മറന്നോ, നീ ഇന്നകന്നോ, എന്നെ വെറുത്തോ, പറയൂ മേരെ സജന. നിലവേ ഉന്നെ நினைத்து நான் ரசிக்கிறேன், இதயம் இரவில் உன்னைத்தான் தேடுகிறேன், அழகே நின் അനുരാഗം അലിവാർന്നിറങ്ങി ആ മധുര തേനുണ്ണാൻ മോഹങ്ങളേറി മലരെ നിന്നെ കിനാവ് കണ്ടുറങ്ങി ഞാൻ, മനതാരില്ല നേരം സ്വന്തമെന്ന് തോന്നി നീ, സ്വന്തമെന്ന് തോന്നി. എന്തൊരു ഫീലാ പാട്ടിന്. അപ്പൊ താങ്ക് യു സോ മച്ച്. നമ്മളിത് ഇവിടെ നിർത്തുന്നു. ഞാൻ ഒറ്റ പാട്ടുകൂടെ പാടട്ടെ, എന്നിട്ട് നിർത്താം. ഈ ഒരു പാട്ട്, ഇതും ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട്, നമ്മുടെ ഇവിടുത്തെ സംഘാടകർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും ഡെഡിക്കേറ്റ് ചെയ്തു. എല്ലാം അറിഞ്ഞിട്ടും എന്നെ നീ പ്രണയിച്ചു, എൻ്റെ നൊമ്പരങ്ങൾ കേട്ടും ഒരുപാട് സ്നേഹിച്ചു, പിരിഞ്ഞതെന്തേ, എന്നോടകന്നതെന്തേ, എൻ്റെ ഹൃദയത്തിൽ നിന്നും നീ മറഞ്ഞതെന്തേ, അറിഞ്ഞിരുന്നില്ല ഞാൻ ഇങ്ങനൊരു സ്നേഹം, അറിയിച്ചതില്ല നീ ഇങ്ങനൊരു സ്നേഹം. അപ്പോൾ എന്തായാലും എല്ലാവരോടും ഒരുപാട് ഹൃദയത്തിൽ സ്നേഹം അറിയിച്ചുകൊണ്ട് താങ്ക് യു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഓക്കെ.